തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഈ അക്കൗണ്ട്സിന്റെ ഒക്കെ ലാപ്ടോപ്പിലുള്ള കോപ്പിയും ഡിലീറ്റ് ആയി. ഈ കണക്കുകളില്ലാതെ അങ്കിളിന് എങ്ങനെ മെയിൽ അയക്കും? എങ്ങനെയെങ്കിലും ഇത് വീണ്ടും സെറ്റ് ചെയ്യണം. ഇതാരുടെയോ മെഡിക്കൽ റിപ്പോർട്ടാണല്ലോ. പാർവതിയുടെ പേരാണല്ലോ. ഇനി പാർവതിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ആയിരിക്കും. പ്രഗ്നൻസി ടെസ്റ്റോ? ഇവളെന്തിനാ ഈ ടെസ്റ്റ് എടുത്തേ? പോസിറ്റീവോ? ഏയ്, ഇത് പാർവതി ആയിരിക്കില്ല. വേറെ ഏതെങ്കിലും പാർവതി ആയിരിക്കും. ഈ വേസ്റ്റ്ബിന്നിലേക്ക് ഈ റിപ്പോർട്ട് എങ്ങനെ എത്തി? ഈ ഹോസ്റ്റലില് പാർവതി എന്ന പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓ, ആകെ ടെൻഷനായല്ലോ. ഇതാരുടെ കയ്യിലും കിട്ടരുത്. ഇവിടെ വെച്ചാ അവന്തിക്കയോ ഡയാനയോ കാണാൻ സാധ്യതയുണ്ട്. ഇത് പാർവതിയുടെ റിപ്പോർട്ട് തന്നെ ആയിരിക്കും. എന്നാലും അവളെങ്ങനെ പ്രഗ്നന്റ് ആവാന്? എന്തൊക്കെ പറഞ്ഞാലും അവൾ അടക്കോതുക്കമുള്ളൊരു നാട്ടിൻ പുറത്തുകാരിയാണ്. ഇങ്ങനൊരു തെറ്റ് അവളൊരിക്കലും ചെയ്യില്ല. ഇല്ല, ഇത് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും. ഇവള് ഛർദിക്കുന്നുണ്ടല്ലോ. കുറച്ച് നാളായി ഇവള് തല ചുറ്റി വീഴുകയും ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് ഇവള് തന്നെയാ. പ്രിയനായിരിക്കും ഇതിന് ഉത്തരവാദി. അവനൊരു മാന്യനല്ലേ. മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് പാർവതി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അറിഞ്ഞുകൊണ്ടല്ല അവൾക്കിത് സംഭവിച്ചതെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. അബോധാവസ്ഥയിൽ ആരെങ്കിലും അവളെ പാർട്ടിക്കിടയിൽ വെച്ച് സംഭവിച്ചതായിരിക്കും ഇതിന് കാരണം. ഈശ്വര, എനിക്ക് ഇങ്ങനൊരു ശിക്ഷ എന്തിനാ തന്നത്? എന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്കാണല്ലോ നീ എന്നെ എത്തിച്ചത്.
എന്തിനാ പരീക്ഷിക്കുന്നെ?